കമോൺ മഹേഷേ. അപ്പം കഴിക്കും. ജസ്റ്റ് ഏഷ്യ പൂവിട്ട് തുടങ്ങി. നല്ല പിങ്ക് കളർ പൂവാണ് കണ്ടോ. അപ്പം അതിന് കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ മതിലിൻ്റെ മണ്ടയിലോട്ട് കയറ്റി വെക്കാന്നുള്ള തീരുമാനത്തിലാണ്. ചോട്ടിലെ കാടൊക്കെ പറിച്ച് കളഞ്ഞ് പുതിയ തിളിരൊക്കെ വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള പൂവാ. ഇതിൻ്റെ തുമ്പിലാണ് ഇങ്ങനെ പൂ വരുന്നത്. ഇങ്ങനെ മൊട്ട് കണ്ടോ, ഇങ്ങനെ ഓരോ ഇലയുടെ നോട്ട്സിൽ നിന്നും ഇങ്ങനെ മൊട്ട് വന്ന് അത് നിറയെ പൂവിടും. അമ്മ ചാണകപ്പൊടി ഇട്ട് അതിൻ്റെ മേതയിൽ കൂടെ കുറച്ച് മണ്ണിട്ട് സെറ്റാക്കണം. ഇതിലിങ്ങനെ ഉണങ്ങി നിൽക്കുന്ന കമ്പുകളൊക്കെ നമുക്കിങ്ങനെ ഒടിച്ച് കളയാം. കുറച്ച് നീറ്റായിട്ട് ഫീൽ ചെയ്യും. ഇതൊക്കെ ഇങ്ങനെ മഞ്ഞ കളർ അടിക്കുന്ന എന്ത് നോക്ക്, ഇത് ഫുള്ള് മഞ്ഞയായി. കണ്ടാ കണ്ടാ പൂത്ത് നിൽക്കുന്ന കണ്ടാ. 2 കളറാണ് ഇവിടെ ഉള്ളത്. പിന്നെ വേറൊരെണ്ണം കൂടെ ഉണ്ട്, പർപ്പിൾ കൂടുതൽ. ചെടി മാറ്റി നടയാണ്. ഇതൊരു നീല പൂ പൂക്കുന്ന ചെടിയാണ്. എൻ്റെ പേരൊന്നും അറിയില്ല. ഞങ്ങൾ മറ്റേ വീട്ടിൽ നിന്ന് മാറി ഇങ്ങോട്ട് വന്നപ്പോൾ കമ്പ് കൊണ്ട് നട്ട് മുളപ്പിച്ചെടുത്തതാണ്. എല്ലാ ദിവസവും പൂക്കും. ഒരു 6 മാസമെങ്കിലും ഇതിൽ തുടർച്ചയായിട്ട് പൂവുണ്ടാവും. പുതിയ ചട്ടിയിലാണ് നടുന്നത്. ഇതിപ്പോൾ ഉടനെ പൂ പിടിക്കും. പൂ പിടിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാവേ. സ്ഥാനം നോക്കി കുത്ത്. ഒരു മുക്കുറ്റി നട്ടു വെച്ചേക്കാണ്. മോൻ നട്ടത്. കൊള്ളാം കൊള്ളാം കേട്ടോ. ഈ ചെടിയുടെ പേരെന്താണെന്നൊന്നും അറിയൂല. പക്ഷെ ഇതൊരു പാവൻ ചെടിയാണ്. വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, വെയിലുണ്ടെങ്കിലും കുഴപ്പമില്ല, ഇല്ലേലും കുഴപ്പമില്ല, എന്നും പൂവുണ്ടാവുന്ന ചെടിയാണ്. അതിനെ ഇന്ന് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതിനെ മാറ്റി നടാൻ പോകുന്നു. ഇദ്ദേഹം ഇവിടെ ചെടി നടുവാണോ? ചരിഞ്ഞു പോയമ്മ. നട്ടാ കൊണ്ട് തണലത്ത് പോയി. 2 ദിവസം കഴിഞ്ഞ് വെയിലത്ത് വയ്ക്കാം. നല്ല ചുവന്ന പൂവാണിത്, നാടൻ കലാഞ്ചി. അതൊക്കെ തയ്യ. ഇത് അമ്മ നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഓരോ കമ്പ് കൊണ്ടുവന്ന് നിൽക്കുന്ന ചെടീൻ്റെ ഒക്കെ ചോട്ടിൽ ഊന്നി ഊന്നി വെക്കും. അങ്ങനെ ഊന്നി വെച്ച ഒരു പട്ട് റോസത മൊട്ട് വന്ന് അതിനെ ഇന്ന് മാറ്റി നടാൻ പോവാണ്. ഇതെന്തോ ബാംഗ്ലൂർ മുല്ലേ അങ്ങനെ എന്തോ അങ്ങനത്തെ പേരുവാണ് ഇതിന്. നല്ല പൂവാണ്, എല്ലാ ദിവസവും പൂ കാണും. അപ്പോൾ ഇതിപ്പോൾ സക്സസ്ഫുള്ളി ആ പട്ട് റോസ വലിച്ചു പുഴുതെടുത്ത് മുളയ്ക്കുമെന്ന് തമ്പുരാനറിയാം. ഇനി എന്തായാലും അതിലൊരു മൊട്ട് വരെ വന്ന് നിന്നതായിരുന്നു. അതിനെ മാറ്റി നടുവാണ്. മണ്ണോടെ എടുക്കാൻ പറ്റും നോക്കിയാണല്ലേ. മണം ഉണ്ടോ? ഓ കിളിക്കണേ ദൈവമേ. ആ പൂവെങ്കിലും കാണാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്ന മതി. അതൊന്ന് ചരിഞ്ഞു പോയേ. അല്ല, കുറച്ച് ഇങ്ങോട്ട് നീക്കി വെച്ച് നട്ടൂടാ. അങ്ങനെ നട്ടൂടായിരുന്നു. അപ്പൊ നേരെ നിന്നേനല്ലോ.
അന്യം നിന്ന് പോയ ചുമന്ന പട്ട് റോസയാണോ അമ്മ? മറ്റേ സാധാരണ നമ്മള് പണ്ട് സ്കൂളിൽ തലയിൽ വെച്ചോണ്ട് പോണ ചുമപ്പ്, കടും ചുവപ്പ് കളറുണ്ടല്ലോ, അതാണ്. പണ്ട് സ്കൂളിൽ പട്ട് റോസ 2 കൊമ്പ് കെട്ടി 2 കൊമ്പം പട്ട് റോസ. കൊമ്പം പട്ട് റോസ. സംഭവം ഇതെന്തായാലും വിരിഞ്ഞു വരുമ്പോ കാണാം. മുട്ടൊക്കെ ഉണ്ട്. ഇനി നിൽക്കുന്നു. അതുകൊണ്ട് അതിതന്നോ? അത് വേറെ നട്ടാല. ഈ ഒരെണ്ണത്തിന്റെ ചോട്ടിൽ 3 പട്ട് റോസയും 1 ലെന്റാനയും കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം മുളച്ച്. അടുത്തേനേയും കൂടി തോണ്ടി എടുക്കുവാണ്. ലെന്റാനേനെ എടുക്കുന്ന എല്ലാവരും പിന്നല്ല, അതാണ് മാത്രം. കമോൺ 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 റാ മഹേഷേ. അയ്യോ ദൈവമേ, അതിന് മുളയ്ക്കുമെന്ന് തോന്നുന്നു. എനിക്ക് പ്രതീക്ഷയില്ല. ഇതാണ് പറയുന്നത്, കൊണ്ടുവരുമ്പോഴേ വേറെ നന്നോ. അതാണ്. ലെന്റാനയ്ക്ക് വേറുണ്ട്. ലെന്റാന ഏതെങ്കിലും ഒന്നിന് നടാം. ഒരു ചട്ടി ഇനി ബാക്കി ഇരിപ്പില്ല, അതിൽ നടാം. ഈ ചെടിച്ചട്ടിക്കകത്തും എൻ്റെ അമ്മ ലെന്റാന കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിനകത്ത് മൂടിപ്പോയി. അതും ഇപ്പം മുളച്ച്. അതിനെയും കൂടി മറ്റേ ലെന്റാൻ്റെ കൂടെ മാറ്റി നടാം. ഇത് എവിടേക്കോ നിപ്പുണ്ട്. ഇത് അതിനകത്തൊക്കെ പോയിട്ടുണ്ട്. ഇതാ നിൽക്കുന്നു. അത് മുരടിച്ചു തുടങ്ങി. അതിനെ കൂടെ മാറ്റി നടാം. 2 കളറുണ്ട്, വെള്ളയും പർപ്പിളും. അത് പോയി, കുരുങ്ങി കിടക്കുന്നു. ഇതാ, അതിന് 1 വേരാണ് വന്നത്. വലിയ മല്ല അത് പോയാ, ആ ചെടി പൊഴുതു പോയി. അവിടെ കൊണ്ട് അതിനെ തള്ളിയിട്ട് ഇന്ന് ആകെ കയ്പകയാണല്ലോ. ഇതാ അത് പോയി. വരും. ഇതാണ്ട് ഇതിനെ കണ്ട കുഞ്ഞു 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 കുഞ്ഞ് മുളകൾ വരണുണ്ടോ, ഗ്രീൻ കളർ. അങ്ങനെ മുളച്ച് വരും. എന്താ ഇതിന് 1 വേരാണുള്ളത്. ഇത് ഏത് കളറാണെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും മിക്സ് ചെയ്ത് നടാം. അതിപ്പോ കിളിക്കും. അതിന് മുളയുണ്ട്. എല്ലാവരും പ്രതീക്ഷയുടെ ബലത്തിലാണല്ലോ പൊക്കോണ്ടിരിക്കുന്നത്. ഇങ്ങനെ എല്ലാ ചെടിയുടെ ചോട്ടിലും 1-2 വേറെ ചെടികൾ കുത്തി കുത്തി വെച്ചിട്ടുണ്ട്. ഇത് ഒരു കുറ്റിത്തെറ്റിയാണേ. ഈ കുറ്റിത്തെറ്റീൻ്റെ ചോട്ടിലും 1 ലെന്റാന മുളച്ച് നിൽപ്പുണ്ട്. അതിന് വേര് വന്നോന്ന് അറിയില്ല. പക്ഷെ നമ്മൾ സാഹചര്യ സമ്മർദ്ദം മൂലം ഇതിനെ മാറ്റി നടാൻ പോവാണ്. കമോൺ. അതിൽ മറ്റേ മൈക്ക് ചെടി നിൽപ്പുണ്ട്. അതിന് ആ ചെടിക്ക് ഒരു നിവർത്തിയില്ല. അതിന് ഒരു സ്ഥലത്തുനിന്ന് പൊഴുത് വേറെ സ്ഥലത്ത് വെക്കും. ഇതെങ്കിലും ശ്രദ്ധിക്കണേ അമ്പാനെ. ഇതിന് ഈ ചെടീനെ ഇങ്ങോട്ട് നട്ടോ നിത്തു. പിന്നെ നട്ടോ. ഓക്കെ, സക്സസ്. ഇതിലേതൊക്കെ മുളയ്ക്കുമെന്നും നമുക്കറിയൂല. നമുക്ക് നോക്കാം. ഈ ചെടിയുടെ ചോട്ടിൽ ഈ ചെടി കുത്തി വെച്ചിട്ടുണ്ട്. അത് മുളച്ച്. അത് തന്നെ ഇതിൻ്റെ മുട്ടിൽ ഒരു ചെമ്പരത്തി നട്ടു വെച്ചിട്ടുണ്ട്. അത് മുളച്ച്. ഈ മുല്ല, അതിൻ്റെ ചോട്ടിലൊരു ചെമ്പരത്തി, അത് മുളച്ച്. അങ്ങനെ എല്ലാത്തിൻ്റെ ചോട്ടിലും ഓരോന്നോരോന്നുണ്ട്. ഇതും ചെമ്പരത്തി. ഇത് വാങ്ങി നട്ട ഒരു റോസയാണേ. അതിൻ്റെ ചോട്ടിൽ അമ്മ വേറൊരു റോസ കുത്തി മുളപ്പിച്ചിട്ടുണ്ട്. കാട് നമുക്ക് പഴിച്ചളഞ്ഞേക്കാം. ഇത് വാങ്ങി നട്ട ഒരു റോസാ ചെടിയാണേ. ഇതിൻ്റെ ചോട്ടിലും നമ്മുടെ ജസ്റ്റേഷ്യയുടെ കൊമ്പ് നട്ടു വെച്ചിട്ടുണ്ട്. അതും മുളച്ച്. ബാംഗ്ലൂർ മുല്ല ഫ്രീ ആയി. റൂംമേറ്റ്സ് എല്ലാം പോയി. ഹാപ്പി ആയാ? ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് സന്തോഷമായിട്ട് പൂവിടാമല്ലോ. അമ്മ ആറ്റുനോറ്റ് കൊണ്ടുവന്ന് നട്ട സാൾവിയ പുഴു തണ്ട് തുറന്ന് ഇപ്പം അതിനെ ഒടിച്ച് കൈ വെച്ചേക്കുന്നു. ഇനി മണ്ട എടുത്ത് വേറെ എവിടെയെങ്കിലും നടാം. അത് ഇതിനകത്ത് തന്നെ നടുന്നോ? വേറെ നടുന്നോ? വനു അങ്ങനെ പ്രത്യേകം താമസമായല്ലേ. നല്ല പൂവൊക്കെ പിടിച്ച് വന്നതായിരുന്നു. ഇപ്പൊ കണ്ടതുകൊണ്ട് കാര്യമായി. സംശയം കാരണം അമ്മ എല്ലാത്തിനും ചെക്ക് ചെയ്യാണ്. അതും അങ്ങനെ തന്നെ. അതിനും എന്തോ പ്രശ്നമുണ്ട്. അതിനും എന്തോ പറ്റിയിട്ടുണ്ട്. വെട്ടട്ടെ? ഇവിടെ മാത്രം വിട്. എല്ലാവരും തണ്ട് എന്തോ പറ്റി അഴുകുന്നുണ്ട്. എന്താ തണ്ട് തുറപ്പം പുഴു അങ്ങണ്ട കയറിയിട്ടുണ്ട്. മനസ്സില്ല മനസ്സോടെ എൻ്റെ അമ്മ അതിനകത്ത് തന്നെ ഊന്നാൻ പോവാണ്.
വേറെ ഏതെങ്കിലും ചട്ടീര മുട്ടി കൊണ്ട് വെക്കാനുള്ള ശ്രമം നടത്തി, ഞാൻ സമ്മതിച്ചില്ല. അതുകൊണ്ട് ഇപ്പം അതിൽ തന്നെ ഊന്നി വെച്ചേക്കുക. എല്ലാം നമ്മൾ ചെറിയ ചെറിയ തണ്ടുകൾ വെട്ടി വെട്ടി മാറ്റി നടാൻ പോവുകയാണ്. ഇതെല്ലാം കൂടെ മൂടോടെ പോയാലോ എന്ന് പേടിച്ചിട്ട് അമ്മ എല്ലാം വെട്ടാൻ തുടങ്ങി. വെട്ടി വേറെ സ്ഥലങ്ങളിൽ ഓരോ കമ്പ് മാറ്റി നട്ടതാണ്. സാൾവിയ, പട്രോസ, ലെൻഡാന, കലാഞ്ചി. പിന്നെ ഇത് ഈ ചെടി രണ്ടും ഒന്നാണ്, പേരറിയില്ല. ഇദ്ദേഹത്തിൻ്റെ പേരും അറിയില്ല. അറിയുന്നവർ താഴെ കമൻറ്റ് ചെയ്തൊക്കെ. പുറംപണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പം നല്ല വാള മീൻകറി, പപ്പായ തോരൻ, മെഴുക്കുവരട്ടി, അച്ചാർ. അപ്പം കഴിക്കാം. ടാറ്റാ ബൈ ബൈ.